പ്രശാന്ത് കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം, അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപം, അങ്ങനെ തുടങ്ങി ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള സ്വകാര്യ നിക്ഷേപം, അതാണോ ഈ ബാലഗോപാൽ തുടർച്ചയായി പറഞ്ഞൊരു പ്ലാൻ ബി? ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ടെന്നാണ് പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അമൽ, അതായത് നമ്മളെപ്പോഴും ഒരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ വിഭവ സമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിനകത്ത് പ്ലാൻ എയ്ക്കാണ് മുൻഗണന. പക്ഷേ അവിടെ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട് ഒരു പ്ലാൻ ബി ഉണ്ട്. അതായത് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ ഒരു പ്ലാൻ ബി അങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല, പ്ലാൻ ബി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് ബജറ്റ് പ്രസംഗം വായിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് സർക്കാരിന്റെ ഈ പരിഗണന, ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ ബിയിൽ അടിസ്ഥാനമാക്കിയാണ് എന്നതാണ്. അതായത് അടുത്ത 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടിയുടെ സ്വകാര്യ നിക്ഷേപത്തിലൂടെയുള്ള വരുമാനമാണ് ഓരോ പദ്ധതികളും നടപ്പാക്കാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ബജറ്റിലെ ഓരോ വിഭാഗങ്ങൾക്കുമുള്ള പണം വിലയിരുത്തുമ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല, പൊതു സ്കൂളുകൾ, അതായത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളാണെങ്കിൽ വികസനത്തിന് ഒരു സീഡ് ഫണ്ട് ഉണ്ടാക്കുന്നു, അതിന് 5 കോടി വകയിരുത്തുന്നു. മാത്രമല്ല സ്വകാര്യ മേഖലയിലൂടെ സ്കൂളുകളുടെ വികസനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആശുപത്രികളുടെ കാര്യം, സർക്കാർ ആശുപത്രികളിൽ വികസനത്തിന് ഇപ്പോൾ ആർക്കെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് പണം നൽകി സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ അതിനുള്ള സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമുക്ക് തന്നെ നൽകിയ അഭിമുഖത്തിൽ അത് പറയുകയുണ്ടായി. അപ്പോൾ അതിന് സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ അവർക്ക് പണം നൽകാനുള്ള ഒരവസരം, അതായത് അത്തരത്തിൽ പണം സമാഹരിക്കുന്നത്, ഒരു ക്രൗഡ് ഫണ്ടിങ് പണം സമാഹരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നു എന്നത് തന്നെയാണ്. കായിക മേഖലയിലെ വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വകയിരുത്തലുകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിനും സ്വകാര്യ ഫണ്ട് പിരിവിനെ കുറിച്ച്, ഫണ്ട് ശേഖരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായും ടൂറിസം മേഖലയിൽ പ്രത്യേകം തന്നെ വലിയ നിക്ഷേപം 5000 കോടി രൂപയുടെ വികസനമാണ്. അത് കോഴിക്കോടെല്ലാമുള്ള ചില പദ്ധതികളുടെ കാര്യം ഈ പേരെടുത്ത് തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പദ്ധതികൾക്കെല്ലാം തന്നെ സ്വകാര്യ നിക്ഷേപത്തിന്റെ ഒരു വലിയ സാധ്യത ഇല്ല. ഇപ്പോൾ പറഞ്ഞു പെരുവണ്ണാമൂഴിയിൽ ടൈഗർ പാർക്ക്, അത് സ്വകാര്യ നിക്ഷേപം വഴിയാണ്. എന്റെ വീടിനടുത്താണ് നാടുകാണിയിൽ 200 ഏക്കറിൽ വലിയൊരു ടൂറിസം പദ്ധതി വരുന്നു. സ്വകാര്യ നിക്ഷേപം ക്ഷണിച്ചിട്ടാണ്. ഞാൻ സ്വകാര്യ നിക്ഷേപത്തിന് എതിര് പറയല കേട്ടോ. പക്ഷേ ഇതൊരു പാരഡൈം ഷിഫ്റ്റ് ആണ്. കാരണം സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നുള്ള ഒരു അനിവാര്യമായ തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണോ ഈ ടൂറിസം പദ്ധതികളിൽ അടക്കം. ഇതെല്ലാം സർക്കാർ എന്ന് പറയുന്നത് ഇതിന്റെ ഫെസിലിറ്റേറ്റർ മാത്രമാണ്. മൂലധനം പൈസ ഉള്ളവൻ മുടക്കണം. അഭിലാഷ, ഇത് സുപ്രധാനമായ ഒരു ബജറ്റ് എന്ന് പറയാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മറ്റ് സർക്കാരുകൾ പലതും പല സ്വകാര്യ നിക്ഷേപ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്രയധികം സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ കഴിയും. അത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല. പ്രശാന്ത്, ഇപ്പോൾ കേന്ദ്രത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ വിമർശനം ഉയരുന്നത്, ഏറ്റവും അധികം വിമർശനം ഉയരുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷത്ത് നിന്നുമാണ് അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. അങ്ങനെയുള്ള ഒരു സർക്കാരാണ്. വലിയൊരു നയമാറ്റത്തിന്റെ ഭാഗം കൂടിയായി ഈ ഒരു ബജറ്റിനെ ബാലഗോപാൽ അവതരിപ്പിച്ച ഈ 170 പേജുള്ള ഈ ഒരു ബജറ്റ് നമുക്ക് കാണാൻ കഴിയില്ലേ? തീർച്ചയായും നയമാറ്റത്തിന്റെ പ്രകടമാണ്. കാരണം കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ പൊതുവിദ്യാഭ്യാസ അല്ലെങ്കിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആ ബജറ്റിന് മുൻപ് തന്നെ നയപരമായ ചർച്ചകൾ പാർട്ടി തലത്തിലെല്ലാം തന്നെ അല്ലെങ്കിൽ മുന്നണി തലത്തിലെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ഈ സ്വകാര്യ സർവകലാശാല തുടങ്ങിയ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ നിർദ്ദേശങ്ങളെല്ലാം വന്നത് കഴിഞ്ഞ ബജറ്റിലാണ്. അതിനുശേഷം ഈ ബജറ്റിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സ്വകാര്യ മേഖലയ്ക്ക്, അത് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖല, അടിസ്ഥാന മേഖലകൾ, അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ മേഖലകളിലേക്ക്, ടൂറിസം എല്ലാം തന്നെ പ്രധാനമായും കേരളം പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്ന മേഖലകൾ, ഈ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം സ്വീകരിച്ച് അതിലൂടെ മുന്നോട്ട് പോകാം എന്നതാണ്. അതിന് ടൂറിസം ഹബ്ബുണ്ട്. കേരളത്തിൽ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റും, ആരോഗ്യ ഹബ്ബാക്കി മാറ്റും, വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റും. ഈ ഹബ്ബാക്കി മാറ്റുന്നതിനേക്കുള്ള മൂലധനം കൃത്യമായി തന്നെ സ്വകാര്യ മേഖലയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകും. സ്വകാര്യ മേഖലയ്ക്ക് വലിയ തോതിൽ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ആശ്രയിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നത് ബജറ്റിലൂടെ സർക്കാർ പറയാതെ പറയുക തന്നെയാണ്. അത് പരസ്യമായി തന്നെ പറയുന്നുണ്ട്. കാരണം 3 ലക്ഷം കോടി അടുത്ത 3 വർഷം കൊണ്ട് സമാഹരിക്കും. അതിൽ ഈ സ്വകാര്യ നിക്ഷേപം എത്ര കണ്ട് ഉണ്ട് എന്നുള്ളത് പല മേഖലയിലായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വിഭവ സമാഹരണത്തിന് പരിമിതികളുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ കുറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും ആ പരിമിതി മനസ്സിലാക്കിയും കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കുകൾ നിരത്തി ഇപ്പോൾ 57,400 കോടി രൂപ എന്ന കണക്ക് സംസ്ഥാനം കുടിശ്ശിക കണക്കുകളും ഗ്രാന്റ് കണക്കുകളും വെച്ച് നിരത്തുന്നുണ്ട്. ആ പണം കിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഇതിന് ഞങ്ങളുടെ ബദൽ മാർഗമുണ്ട്, പ്ലാൻ ബി ഉണ്ട്. ആ പ്ലാൻ ബി ആണ്
പ്ലാൻ എ ആയി പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. പ്ലാൻ ബി എന്ന് പറയുന്നെങ്കിലും അതിൽ വിശദീകരിക്കുന്നതെല്ലാം പ്ലാൻ എ എന്ന് തന്നെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ സ്വകാര്യ നിക്ഷേപം, മൂലധന സമാഹരണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ വിട്ട് ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റ് കഴിയുമ്പോൾ ആളുകൾക്ക് അറിയേണ്ടത് എന്തിനെല്ലാം വില കൂടും കുറയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് മേൽ വലിയ തോതിൽ നികുതി ചുമത്തിയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്. അതിനാൽ തന്നെ വലിയ ഭാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലല്ലേ? അമല്, ഈ ഒരു ഇലക്ഷൻ കാല ബജറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിനൊരു പൊലിമ ഇതിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ വലിയ പ്രഖ്യാപനങ്ങളില്ല. പക്ഷേ വളരെ സൂക്ഷ്മമായി തന്നെ ഒരു ഇലക്ഷൻ കാലത്ത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഇടപെടൽ നടത്തിയിട്ടുമുണ്ട്. അത് നമ്മൾ കൃത്യമായി പറയാം. അതായത് കാര്യത്തിൽ കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ചു എന്നത് പറഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനമായി ഒരു അഭിലാഷ് പറയാം. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോ ഇവിടെ പ്രശാന്ത് സൂചിപ്പിച്ച് എല്ലാ വിഭാഗങ്ങളെയും ഒന്നും പതുക്കെ തലോടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സർക്കാർ ജീവനക്കാരൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അപ്പോൾ അവരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനരാലോചിക്കുന്നു, പുതിയ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീമിനെ കുറിച്ച് വളരെ ഗൗരവമായി ആലോചിക്കുന്നു. എന്ന് മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ ഇലക്ഷന് തൊട്ടു മുമ്പ് ഒരു DA കുടിശ്ശിക കൊടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പങ്കാളിത്ത പെൻഷൻ വലിയ ചർച്ചയായി കഴിഞ്ഞ കുറെ കാലമായി നിന്നതാണ്. അതിലൊരു പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുന്നു. എത്രയോ ചർച്ചകൾ നടന്നതാണ്. പക്ഷേ അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ആ ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി തന്നെ സഭയിൽ പറയുകയാണ് ഒരു പുനഃപരിശോധന ഉണ്ടാകും എന്നുള്ളത്. മാത്രമല്ല DA കുടിശ്ശികയുടെ കാര്യവും പറഞ്ഞു വെക്കുന്നു. കൃത്യമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിർദ്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം തന്നെയാണ് അത്. കാരണം പങ്കാളിത്ത പെൻഷൻ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒരു തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ല. കമ്മിറ്റി റിപ്പോർട്ട് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്നതിന് അനുകൂലമാണ്. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വേണമോ എന്നുള്ള കാര്യം പറയുന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ധനമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതെന്നാണ്, പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുക തന്നെയാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. അതായത് 5 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇടത് സംഘടനകൾ പരസ്യമായി, അത് CPI സംഘടന വന്നിട്ടുണ്ട്, CPM സംഘടന പരസ്യമായി രംഗത്ത് വന്ന് സമരത്തിനൊന്നും തയ്യാറായിട്ടില്ല. പക്ഷേ NGO യൂണിയൻകാർക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്നു. പക്ഷെ അപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പറയുന്നില്ല. അതായത് സർക്കാർ ഇവിടെ ഒരു തൃപ്തിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അത് ജീവനക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്തായാലും പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് അവർക്ക് ആശ്വസിക്കാം, അല്ലെങ്കിൽ സർക്കാർ അതിന് തയ്യാറാകുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 6 ഗഡു DA കുടിശ്ശിക കിടപ്പുണ്ട്. ഈ കേന്ദ്ര ബജറ്റിൽ DA 4% വർധനയാണ് കേന്ദ്ര സർക്കാർ വരുത്തിയത്. ഇവിടെ ഒരു വർധനയ്ക്ക് പറ്റിയ സാഹചര്യമല്ല സംസ്ഥാനത്തിന് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് 1 ഗഡു, അത് ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം, അതായത് ഈ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്താണ്, ആ സമയത്ത് ഇവർക്ക് 1 ഗഡു കുടിശ്ശിക നൽകും. നിങ്ങൾക്കുള്ള കുടിശ്ശിക ഞങ്ങളുടെ കുടിശ്ശികയായിട്ട് ഇരിപ്പുണ്ടെങ്കിലും അത് പിന്നീടാണെങ്കിലും കിട്ടും എന്ന ഒരു സന്ദേശം ആണ് ഇതുവഴി സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. പങ്കാളിത്ത പെൻഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഈ സാമൂഹ്യക്ഷേമ പെൻഷനുണ്ട്. ആ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കില്ല, ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. 1600 അത് തന്നെ തുടരും. മാത്രമല്ല ഇതിന്റെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് കിട്ടാൻ കിടക്കുന്ന സമയത്തെ തുകയുമായി ബന്ധപ്പെട്ട് തങ്ങളല്ല ഉത്തരവാദി എന്ന് കൃത്യമായി തന്നെ ബജറ്റ് പ്രസംഗത്തിലും മന്ത്രി പറയുന്നുണ്ട്. കേന്ദ്രത്തിനെ ചാരി ഒഴിവാക്കുകയാണ് ആ വിഷയത്തിൽ. ഈ സർക്കാർ ജീവനക്കാരെ ഈ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്ന കാര്യവും 1 ഗഡു കൊടുത്ത് ആശ്വസിപ്പിക്കാം. പക്ഷേ ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ 60 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വളരെ പാവപ്പെട്ട ജനങ്ങളാണ്. അവരുടെ കാര്യത്തിൽ ഈ ബജറ്റിൽ ഒരു പരിഹാരമില്ല എന്നത് തന്നെയാണ്. അതായത് ക്ഷേമ പെൻഷൻ വർധന ഇപ്പൊ 1600 രൂപയാണ് മാസം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അത് 2500 രൂപയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് LDFന്റെ പ്രകടന പത്രിക. അതിനേക്കുള്ള ചുവടുവയ്പ് ഇനി 3 വർഷമാണുള്ളത് സർക്കാരിന്. അപ്പോൾ 100 രൂപയെങ്കിലും കൂട്ടുവന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന് കഴിയില്ല. ഇത് ഇപ്പൊ ഈ കിടക്കുന്ന കുടിശ്ശിക കൊടുക്കാൻ പ്രത്യേക തുകയും അതിനുവേണ്ടി പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ക്ഷേമ പെൻഷൻ ഇപ്പൊ കുടിശ്ശിക 4 മാസം കുടിശ്ശിക ഉണ്ട്, 5 മാസം ആകുന്നു. 5 മാസത്തെ കുടിശ്ശിക കിട്ടും എന്ന് ആശ്വസിക്കാൻ ഈ വലിയ ജനവിഭാഗത്തിന് കഴിയുന്ന സാഹചര്യം ഈ ബജറ്റ് കേട്ട് കഴിയുമ്പോൾ ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിരാശ തന്നെയാണ് ഈ ബജറ്റ്. കാരണം ക്ഷേമ പെൻഷൻ അവർക്ക് എന്ന് കിട്ടുമെന്നല്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാനുള്ള നടപടിയെടുക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ പാവപ്പെട്ട വിഭാഗത്തിന് ഈ ബജറ്റ് കണ്ടിരുന്ന ശേഷം അവർക്ക് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഒരു ആശ്വാസകരമായ ഒരു നടപടി ഇല്ല. കാർഷിക മേഖലയിലേക്ക് വരികയാണെങ്കിൽ എന്നെ പോലുള്ള ഇടുക്കിക്കാരൊക്കെ റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അത് 10 രൂപ കൂട്ടിയിട്ടുണ്ട്. 170 ആയിരുന്നു, 180 ആക്കി. പക്ഷേ LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് 250 നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതുമാത്രമല്ല, കാർഷിക മേഖലയിലെ മറ്റ് ഉള്ള വിഷയങ്ങൾ കൂടി പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ 170 രൂപയായിരുന്നു 180 രൂപയ്ക്ക് 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അവിടെ അത് പറയുമ്പോഴും ധനമന്ത്രി പറയുന്നുണ്ട് കേന്ദ്രം ചെയ്യേണ്ട കാര്യം ചെയ്യാൻ ഇടപെടൽ നടത്തുന്ന കാര്യം. ഇവിടെയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റിലെ ഒരു
ഫോക്കസ് പോയിന്റാണിത്. അതായത് റബ്ബർ എന്നത് ഒരു കാർഷിക റബ്ബർ മലയോര മേഖലയിലെ ഒരു വോട്ട് വിഭാഗം തന്നെയാണ്. സാമുദായിക പ്രശ്നം കൂടിയായി മാറി. സാമുദായിക പ്രശ്നം കൂടി. അപ്പോൾ ഒരു വലിയ വിഭാഗം, ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ കേന്ദ്രം റബ്ബർ വില വലിയ തോതിൽ ഉയർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉയർത്തിയാൽ ഞങ്ങൾ വോട്ട് കേന്ദ്രത്തിൽ തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു 300 രൂപ, വെറും 300 രൂപയാണ് വോട്ടിന്റെ വില പറഞ്ഞിരുന്നത്. മേലധ്യക്ഷന്മാരൊക്കെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യുകയാണ് എന്ന സന്ദേശമാണ് റബ്ബർ കർഷകർക്കും റബ്ബർ കർഷകരുടെ പ്രതിനിധാനം ചെയ്യുന്നവർക്കും എല്ലാം തന്നെ ഈ ബജറ്റിലൂടെ നൽകുന്നത്. അത് 10 രൂപയാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന പരിമിതിയിൽ നിന്ന് ചെയ്തു എന്ന സന്ദേശം. അതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാല ബജറ്റിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഈ റബ്ബറിന് 10 രൂപ വർദ്ധിപ്പിച്ചു എന്നത്. ഈ പറയുന്ന ഗ്രൗണ്ടുകളുടെ, സ്റ്റേഡിയങ്ങളുടെ, അതോടൊപ്പം തന്നെ ടൂറിസം മേഖലകളുടെ ഒക്കെ വികസനം പറയുമ്പോഴും ഈ അടിസ്ഥാന സൗകര്യ വികസന വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല തോന്നുന്നു. കാശ് മുടക്കിയുള്ള പരിപാടിക്ക് സർക്കാർ അങ്ങ് മുതിർന്നിട്ടില്ല. എല്ലാ മേഖലയ്ക്കും, ഇപ്പൊ കാർഷിക മേഖലയ്ക്കാണെങ്കിലും മറ്റേ പരമ്പരാഗത മേഖലയ്ക്കാണെങ്കിലും എല്ലാം വകയിരുത്തലുകളുണ്ട്. എല്ലാ കൊല്ലവും വകയിരുത്തലുകളുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ കൊല്ലവും പ്ലാൻ ഫണ്ട് പ്രകാരമുള്ള വകയിരുത്തലുകൾ ഈ സെക്ടറുകൾക്കെല്ലാം ഉണ്ടാകും. പക്ഷേ പുതിയതായി എന്ത് പദ്ധതി, ഇപ്പൊ എത്ര പുതിയ പദ്ധതികൾ, പുതിയ വികസന പദ്ധതികൾ വന്നു എന്നതാണ് പ്രധാനം. കഴിഞ്ഞ ബജറ്റിലെല്ലാം തന്നെ ഇതൊരു പുതിയ പദ്ധതിയാണ്, അതിലേക്ക് വകയിരുത്തുന്നില്ല. ഇന്നത്തെ ബജറ്റിൽ ഒരു പുതിയ പദ്ധതിക്കായി വകയിരുത്തിയതായി നമ്മൾക്ക് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. നിലവിലുള്ള മേഖലകൾക്കെല്ലാം തന്നെ പണം വകയിരുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളുമാണ് നടത്തിയിരിക്കുന്നത്. അതായത് വികസനം കേന്ദ്രം പണം കൊടുത്ത് തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പല രീതിയിൽ ഞെരുക്കിയാലും ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങളുടെ പ്ലാൻ ബി സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാണെങ്കിലും മുന്നോട്ട് പോകും. ഇതൊരു നയപരമായ വ്യതിയാനം കൂടിയാണ് എന്നത് പറയേണ്ടി വരും. കാരണം പല മേഖലയിൽ ഇപ്പോൾ നമ്മുടെ മുൻപൊന്നുമില്ലാത്ത, ഇപ്പോൾ ആശുപത്രി മേഖലയിലൊക്കെ അദ്ദേഹം പ്രത്യേകിച്ച് തന്നെ എടുത്തു പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ക്രൗഡ് ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു പണം സമാഹരണ മാർഗങ്ങൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. ഇനി നികുതി, അതായത് ധനസമാഹരണ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും ആശങ്കകളുണ്ട്. അതായത് ഇപ്പോൾ വൈദ്യുതിയുടെ തീരുവയുടെ കാര്യത്തിൽ, വൈദ്യുതിയുടെ തീരുവ ലൈസൻസികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന തീരുവ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 15 പൈസയിലേക്ക് എത്തിച്ചു. അത് കൂടി എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കറണ്ട് കാശ് കൂടുമോ എന്നുള്ളത്. കറണ്ട് കാശ് സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പൊ കൊടുക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല കൂടുതലാണ്. അത് തന്നെ ഇനിയും കൊടുത്താൽ മതിയാകും. അതിനകത്ത് പെട്ടെന്നൊരു വർധന ഉണ്ടാകില്ല. ഇത് സ്വന്തം ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന, അതായത് 1.2 പൈസയായിരുന്ന ആ തീരുവ 15 പൈസയാക്കി. അത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്കാണ്. നമ്മുടെ ആ മീറ്ററിൽ എന്തായാലും ആ റീഡിംഗ് ഉണ്ടാവില്ല അല്ലേ? അതായത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് 1963 മുതൽ ഉണ്ടായിരുന്ന യൂണിറ്റിന് 1.2 പൈസ, അതാണിപ്പോൾ 15 പൈസയായി വർദ്ധിപ്പിക്കുന്നത്. ഇതിലൂടെ 24 കോടിയാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു വിഷയമുണ്ട്. അവർ ഏത് വിഭാഗത്തിൽ പെടുമെന്ന് നോക്കണം. ഇപ്പോൾ സോളാർ, ഇപ്പോൾ സൗരോർജ്ജം, നമ്മുടെ എല്ലാം പുരപ്പുറ വൈദ്യുതി എന്ന രീതിയിൽ ഒരു വശത്തുകൂടി സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു, KCB പ്രോത്സാഹിപ്പിക്കുന്നു. വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനമാണ്. അപ്പോൾ അവർ ഈ പരിധിയിൽ വരുമോ എന്ന ആശയക്കുഴപ്പം. അങ്ങനെയാണെങ്കിൽ സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ തന്നെ അവർക്കൊരു പണി ചാർജ് കൊടുക്കുന്നു എന്നതാവും. ഇത് മറ്റൊരു വിഷയം ഞാൻ പറയാം. മറ്റൊരു വിഷയമുള്ളത് അതേ ഗണത്തിൽ തന്നെ ഉള്ള മറ്റൊരു ചാർജാണ്. 6 പൈസ ആയിരുന്ന ഇത് യൂണിറ്റിന് അത് 10 പൈസയാക്കി. അതെന്താണ്? കേരള ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ലൈസൻസുകൾ വിൽക്കുന്ന ഓരോ യൂണിറ്റിനും നൽകേണ്ട ഡ്യൂട്ടി നിരക്കാണ്. ഇത് 6 പൈസ എന്നുള്ള 10 പൈസ. ലൈസൻസുകൾ എന്ന് പറയുമ്പോൾ KCB ഒരു ലൈസൻസിയാണ്. അപ്പൊ KCB സർക്കാരിന് അടയ്ക്കേണ്ട ഡ്യൂട്ടിയുടെ കാര്യമാണ് പറയുന്നത്. KCB ഇത് ജനങ്ങളിൽ നിന്നല്ലേ പിരിക്കുക. വലിയൊരു വിഭാഗത്തിന്റെ ഒരു ആശങ്ക കൂടി. തീർച്ചയായും അമൽ, പ്രശാന്ത്, ഞാൻ രണ്ടുപേരിലേക്കും വരാം.